ഇന്ന് കനകമല കാഴ്ചകളാണ്. ക്രിസ്മസിൻ്റെ കരോളിന് ഇവിടുന്ന് പോയിട്ടുള്ള മാനുകളാണ്. അവരിപ്പോൾ ഇവിടെ സ്ഥിരതാമസമാക്കിയിരിക്കുകയാണ്. ദേവമാതാ ചർച്ച് വല്ലപ്പാടി യൂത്ത് അവർ ചുമന്ന് കയറ്റിയതാണ് ഈ കുരിശ്. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ യാത്ര കനകമല കുരിശുമുടിയിലേക്കാണ്. കൊടകര ഫ്ലൈ ഓവറിന് താഴെ എറണാകുളം ദിശയിലേക്ക് സർവീസ് റോഡിലൂടെ 1 കിലോമീറ്റർ സഞ്ചരിച്ചു കഴിഞ്ഞാൽ വല്ലപ്പാടി കനകമല റൂട്ടായി. അതിലൂടെ ഏകദേശം 3 കിലോമീറ്റർ സഞ്ചരിച്ചാൽ നമുക്ക് കനകമല പള്ളിയിലെത്താം. അതിമനോഹരമായ വഴിയാണ്. ക്രൈസ്തവരുടെ 50 നോമ്പ് കാലത്ത് ഒരുപാട് പേര് സന്ദർശിക്കുന്ന സ്ഥലമാണ് കനകമല കുരിശുമുടി. പാപപരിഹാര പ്രാർത്ഥനയുമായിട്ട് മല കയറുന്ന ഒരു പതിവ് നമ്മളൊക്കെ വർഷങ്ങളായിട്ട് തുടർന്ന് പോകുന്നതാണല്ലോ. ഇത് വല്ലപ്പാടി പള്ളിയാണ് കേട്ടോ. പുതിയ പള്ളിയാണ്. ഇവിടെ ഒന്ന് കയറണമെന്നുണ്ടായിരുന്നു, പക്ഷേ സമയക്കുറവ് മൂലം നേരെ കനകമലയിലേക്ക് തന്നെ പോകുകയാണ്. ഇരിങ്ങാലക്കുട രൂപതയുടെ കീഴിലുള്ളതാണ് കനകമല പള്ളി. മലയാറ്റൂരിൽ നിന്നും ഏകദേശം 31 കിലോമീറ്റർ മാറിയാണ് ഈ കനകമല ഉള്ളത്. ഇവിടെ നേരെ നോക്കിയാൽ നമുക്കിപ്പോൾ മലയുടെ കുറച്ച് ഭാഗങ്ങൾ കാണാൻ കഴിയും. മലയാറ്റൂരിനെ പോലെ അത്ര ആൾത്തിരക്കോ അല്ലെങ്കിൽ അത്രയും പ്രശസ്തിയുള്ള സ്ഥലമൊന്നും അല്ല എങ്കിലും ഇവിടെയും ഈ നോമ്പ് കാലത്ത് ഒരുപാട് ഭക്തജനങ്ങൾ കുരിശുമുടി കയറാനായിട്ട് സ്ഥിരമായി വരുന്നുണ്ട്. ഞാൻ തന്നെ ഒരു 10-15 തവണ ഇവിടെ വന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ കനകമല പള്ളി. ആദ്യകാലത്ത് ഏകദേശം 40കളിൽ ഇവിടെ ഒരു കപ്പേള മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പേരാമ്പ്ര പള്ളിയുടെ കീഴിലുള്ള ഒരു കപ്പേളയായിരുന്നു അത്. പേരാമ്പ്ര പള്ളിയിലെ വികാരിയച്ഛന് ഈ മലമുകളിൽ കത്തിജ്വലിച്ച് നിൽക്കുന്ന ഒരു കുരിശുരൂപം ദർശനത്തിൽ കാണുകയും അങ്ങനെ ഈ മലമുകളിൽ കയറി ഈ കാടും മലയൊക്കെ വെട്ടിത്തെളിച്ച് മലമുകളിൽ കയറി അവിടെ ഒരു കപ്പേള പണിതുയർത്തി എന്നാണ് ഇവിടുത്തെ പഴമക്കാരൊക്കെ പറഞ്ഞു കേൾക്കുന്ന കാര്യങ്ങൾ. ഇന്നിപ്പോൾ ഇവിടെ ആരും കൊതിക്കുന്ന ഒരു പള്ളിയായിട്ട് കനകമല പള്ളി ഇങ്ങനെ പ്രൗഢ ഗംഭീരമായിട്ട് ഇങ്ങനെ ഉയർന്നു നിൽക്കുകയാണ്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മളിന്ന് കനകമല കയറാൻ പോവുകയാണ്. ഇതാണ് കനകമല പള്ളി, മനോഹരമായ പള്ളി. ഇതിന് തൊട്ട് പുറകിലായിട്ട് കനകമലയുടെ മലയുണ്ട്. ഈ മല കയറാൻ പോവുകയാണ്. ഇന്നത്തെ ടാസ്ക് അതാണ്. ഇവിടെ മാതാവിൻ്റെ ഒരു മനോഹരമായ ഗ്രോട്ടോ ഉണ്ട്. അതിന് പുറകിൽ നേരെ നമുക്ക് മല കാണാം, കുരിശുമുടി. ഇവിടെ കനകമല എന്ന് പേര് വരാൻ തന്നെ കാരണം മലമുകളിലെ പുല്ലും മരങ്ങളൊക്കെ ഇങ്ങനെ ഉണങ്ങി നിൽക്കുമ്പോൾ അതിലേക്ക് സൂര്യപ്രകാശം അടിക്കുന്ന സമയത്ത് ശരിക്കും സ്വർണ്ണ നിറത്തിൽ കാണപ്പെടുന്നു എന്നുള്ളതാണ്. അങ്ങനെ കനകം പോലെ കാണപ്പെടുന്ന മലയായതുകൊണ്ടാണത്രേ ഇതിന് കനകമല എന്ന് പേര് വന്നത്. എന്തായാലും 3000 അടി ഉയരമുള്ള ഈ മല കയറുന്നതിന് മുൻപ് നമുക്ക് ഈ പള്ളിയുടെ അകം ജസ്റ്റ് ഒന്ന് കാണാം. നോക്കൂ, പള്ളിയകത്ത് സ്വർണം പൂശിയതുപോലെയുള്ള അൾത്താരയും അതുപോലെ തന്നെ അതിൻ്റെ സീലിംഗ് വർക്കുകളും ഒക്കെ പള്ളിയുടെ പേരിന് തന്നെ ചേരുന്നതാണ്. ക്രിസ്മസിൻ്റെ കരോളിന് ഇവിടുന്ന് പോയിട്ടുള്ള മാനുകളാണ്. അവരിപ്പോൾ ഇവിടെ സ്ഥിരതാമസമാക്കിയിരിക്കുകയാണ്. ഇപ്പോൾ കനകമലയുടെ മലകയറ്റത്തിനുള്ള താഴ്വാരമാണത്. എവിടെയാണ് ഇതിൻ്റെ പാർക്കിംഗ് ഏരിയ. ഇനി ഇവിടുന്ന് അങ്ങോട്ട് കുറച്ച് നടന്നു കഴിഞ്ഞാൽ അതിൻ്റെ 1ാം സ്ഥലം എന്ന് പറയും. അവിടെ നമ്മുടെ തോമസ് ലിഹയുടെ സ്റ്റാച്ചു ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ മലയാറ്റൂർ മല ഏകദേശം 2000 അടി ഉയരം മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നത്. അതിനേക്കാൾ 1000 അടി ഹൈറ്റ് കൂടുതലാണ് ഇവിടുത്തെ ഈ കനകമലയ്ക്കുള്ളത്. അതുമാത്രമല്ല, കുത്തനെയുള്ള കയറ്റമാണ് ഇവിടെയുള്ളത്. സാധാരണ ഈ മല കയറുന്നവർക്ക് അരമണിക്കൂർ മാത്രമേ വേണ്ടൂ. പക്ഷേ
ഇത്തിരി റെസ്റ്റൊക്കെ ചെയ്ത് പ്രാർത്ഥനയൊക്കെ ചൊല്ലി കയറുന്നവർക്ക് ചിലപ്പോൾ 1 മണിക്കൂറൊക്കെ എടുക്കാറുണ്ട് മല കയറാനായിട്ട്. മല കയറുമ്പോൾ പല വ്യൂ പോയിൻറ്റ്സ് ഉണ്ട്. നമുക്ക് ചുറ്റുപാട് ഇങ്ങനെ മനോഹരമായ കാഴ്ചകൾ നമ്മെ കാത്തിരിക്കുന്നുണ്ട്. തലേ ദിവസം നല്ല വേനൽ മഴ കിട്ടിയിരുന്നു. അതുകൊണ്ട് തന്നെ ഇവിടെ തീരെ പൊടിയില്ല. മല കയറാനായിട്ട് വളരെ സുഖപ്രദമാണ്. ചെളിയുമില്ല, അതുപോലെ തന്നെ പൊടിയുമില്ല. വളരെ സുഖമായിട്ട് മല കയറാവുന്ന ഒരു അന്തരീക്ഷമാണ് ഇവിടെ ഉള്ളത്. ഇടയ്ക്കിടയ്ക്ക് എങ്ങനെയുള്ള കാഴ്ചകൾ. പാവം കുട്ടികളെ ചുമട് ചോക്കുന്ന പാവം കുട്ടികളെ. നേർച്ചയാണോ കുട്ടികളത്? നേർച്ചയാണോ? വഴിപാടാ? മല കയറുന്നവർക്ക് കഴിക്കാനുള്ള ജ്യൂസും വെള്ളമൊക്കെയാണ് ഇവർ ചുമന്ന് കൊണ്ടുപോകുന്നത്. പള്ളിയിലെ സംഘടനയിൽ പ്രവർത്തിക്കുന്ന കുട്ടികളാണ് ഈ ദൗത്യവുമായിട്ട് ഇവിടെ മല കയറിക്കൊണ്ടിരിക്കുന്നത്. ദിവസം എത്ര പ്രാവശ്യം അവർ കയറുമെന്നറിയില്ല. ഈ അവധിക്കാലത്ത് ഈ സംഘടനയിലുള്ള കുട്ടികൾക്ക് ഇതൊരു ചെറിയൊരു വരുമാന മാർഗം കൂടിയാണ്. സംഘടനയ്ക്കൊരു വരുമാന മാർഗം കൂടി കിട്ടുന്ന ഒരു കാര്യമാണിത്. ഇവിടെ ഈ ബോർഡിൽ വനമേഖല പ്രത്യേകം കെട്ടി മറച്ചിരിക്കുന്നു. അങ്ങോട്ട് പ്രവേശനമില്ല എന്ന് എഴുതി കാണിച്ചു വച്ചിരിക്കുകയാണ്. വൈകിട്ടാണ് മല കയറാൻ പറ്റിയ സമയം. ഏകദേശം 5 മണിയോടെ അല്ലെങ്കിൽ 4 മണിക്ക് ശേഷമൊക്കെ മല കയറുകയാണെങ്കിൽ ഈ സായാഹ്ന കാഴ്ചകൾ കൂടി കണ്ട് നമുക്ക് പോകാൻ കഴിയും. അസ്തമയ സൂര്യനെയൊക്കെ കണ്ട് അതിൻ്റെ ഭംഗി കൂടി ആസ്വദിച്ച് പോകാൻ കഴിയും. 6ാം സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. 6ാം സ്ഥലം, 5 സ്ഥലം കഴിഞ്ഞു കേട്ടോ. 6ാം സ്ഥലം. ഇനി വരുന്നതാണ് 7ാം സ്ഥലം. 6 സ്ഥലം കഴിഞ്ഞു, 7ാം സ്ഥലം. ഇവിടെ നോക്കിയാൽ വീണ്ടും നമുക്ക് ഇതിൻ്റെ പ്രാന്തപ്രദേശം കാണാം. മനോഹരമായ ഏരിയ. 7ാം സ്ഥലം ഈശോമിശിഹ 2ാം പ്രാവശ്യം വീഴുന്നു. ഇപ്പോൾ നമ്മൾ കൊണ്ടുവന്ന വെള്ളം കഴിഞ്ഞു. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വെള്ളം ഇതിനുള്ള സൗകര്യമുണ്ട്. വെള്ളം പിടിക്കാനായിട്ട് ശുദ്ധവെള്ളം, കുടിവെള്ളം കിട്ടും. അത് നമ്മൾ പിടിച്ചു. ഇതിപ്പോൾ 8ാം സ്ഥലമായി. ഇവിടുത്തെ തിരുനാളെന്ന് പറയുന്നത് ഈസ്റ്റർ കഴിഞ്ഞ് വരുന്ന ആദ്യത്തെ ഞായറാഴ്ചയാണ് ഇവിടെ മേലെയുള്ള കപ്പേളയിലെ തിരുനാൾ. അതുപോലെ ഈസ്റ്റർ കഴിഞ്ഞ് വരുന്ന 2ാമത്തെ ഞായറാഴ്ചയാണ് അടിപ്പള്ളിയിലെ പെരുന്നാൾ. അപ്പോൾ നോമ്പുകാലം തുടങ്ങി വലിയ ആഴ്ചയും കഴിഞ്ഞ് പിന്നെ അടുത്ത ആഴ്ച പെരുന്നാളും കഴിഞ്ഞ് മേൽപ്പള്ളിയിലെ കപ്പേളയിലെ പെരുന്നാളും കഴിഞ്ഞ് അടിപ്പള്ളിയിൽ വരുന്ന പിന്നത്തെ ആഴ്ചത്തെ പെരുന്നാളും കഴിഞ്ഞാണ് ഇവിടുത്തെ തീർത്ഥാടകരുടെ ഒഴുക്ക് അവസാനിക്കുന്നത്. ഈ സമയങ്ങളിലൊക്കെ രാത്രികാലത്ത് മല കയറാൻ വേണ്ടിയിട്ട് നിറയെ ട്യൂബ് ലൈറ്റ് കത്തിച്ച് നമുക്ക് ആവശ്യത്തിലേറെ വെളിച്ചം തരുന്ന ഒരു സ്ഥലം കൂടിയാണ് കനകമല. ഇത് ലൈറ്റൊക്കെ കത്തിച്ചു കഴിഞ്ഞു. പ്രകാശപൂരിതമാകുന്നു ഇവിടുത്തെ മലമുകൾ. അകലെ നമ്മൾ ചാലക്കുടി ഹൈവേയിലൂടെയൊക്കെ പോകുന്ന സമയത്ത് ഇങ്ങനെ ദീപത്തിൽ ഇങ്ങനെ തെളിഞ്ഞു നിൽക്കുന്ന ഈ കനകമല വളരെ അകലിൽ നിന്ന് തന്നെ കാണുന്നത് വളരെ മനോഹരമായൊരു കാഴ്ച കൂടിയാണ്. പലരും കണ്ടിരിക്കും. 11ാം സ്ഥലമായിട്ട് 11ാം സ്ഥലം. 11ാം സ്ഥലം എത്തുമ്പോൾ എത്രയ്ക്ക് ക്ഷീണിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയ്ക്ക് ക്ഷീണിക്കും. കുറച്ചൊക്കെ ഒന്ന് വയർക്കും. പന്ത്രണ്ടാം സ്ഥലം. 12ാം സ്ഥലത്ത് എത്തുമ്പോൾ നമുക്ക് മേൽപ്പള്ളിയിലെ പാട്ടൊക്കെ കേട്ട് തുടങ്ങും. ഇനി 13, 14 2 സ്ഥലം കൂടിയാണ് ബാക്കിയുള്ളത്. ഇത്രയാകുമ്പോഴേക്കും ഏകദേശം ആവശ്യം നിലയാവും. ഇവിടെ ഇപ്പോൾ 14ാം സ്ഥലമായി. ഇവിടെ വലിയ കുരിശ് സ്ഥാപിച്ചിരിക്കുന്നത് ദേവമാതാ ചർച്ച് വല്ലപ്പാടി യൂത്ത് അവർ ചുമന്ന് കയറ്റിയതാണ് ഈ കുരിശ്. ഇതുപോലെ അങ്ങോട്ട് കയറുമ്പോൾ 14ാം സ്ഥലത്തേക്ക് കയറുമ്പോൾ ഒരുപാട് കുരിശുകൾ കാണാൻ പറ്റും. ചുമന്ന് കയറ്റിയത് നേർച്ചയായിട്ട്. ഇപ്പോൾ ഏകദേശം നമ്മൾ 14ാം സ്ഥലത്തെത്തി. കുറച്ച് നീങ്ങി കഴിഞ്ഞാൽ മേൽപ്പള്ളിയായി.
അങ്ങനെ ഞങ്ങൾ 14 സ്ഥലം എത്തിയിട്ടാ. 14ആയി സ്ഥലം. ക്ഷീണമുണ്ടോ? ക്ഷീണമൊന്നുമില്ല. സുഖമല്ലേ? നല്ല സുഖം. മേലെ കപ്പേളയിൽ എത്തിച്ചേർന്നു. ഇവിടെയാണെങ്കിൽ വിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പലരും തിരുസ്വരൂപത്തിന് മുൻപിൽ പ്രാർത്ഥനയിലാണ്. ഇവിടുത്തെ ബലിപീഠം വിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടിയിട്ട് ഒരുങ്ങുന്നു. ഇതിൻ്റെ പുറകിൽ നല്ല സ്ഥലമാണ്, നല്ല കാറ്റൊക്കെ കിട്ടുന്ന സ്ഥലമാണ്. നടന്ന എല്ലാ ക്ഷീണവും ഇവിടെ വന്നു കഴിഞ്ഞാൽ മാറും. ഇവിടെ ഈ പാറയുടെ മുകളിൽ ഇങ്ങനെ കയറിയിരുന്നാലേ നല്ല കാറ്റുണ്ട്. എന്താ ഭംഗിയെന്ന് നോക്കിയാൽ ഒരു പ്രദേശം മുഴുവൻ ഇങ്ങനെ നമുക്കിവിടെ നിന്ന് കാണാൻ പറ്റും. അകലെ ആകാശത്ത് ചന്ദ്രൻ നമ്മെ നോക്കി പുഞ്ചിരിച്ച് നിൽക്കുന്നു. ഇവിടെ വന്നിരുന്നപ്പോൾ മറ്റത്തൂരിൽ നിന്ന് വന്ന 2 കുട്ടികളെ പരിചയപ്പെട്ടു. 2 പെൺകുട്ടികൾ നല്ല സ്മാർട്ടായിട്ട് സംസാരിക്കുന്നുണ്ടായിരുന്നു. നിന്റെ പേരെന്താ? രോഹിഷ. എവിടെ വീട്? എവിടെ? മറ്റത്തൂര്. ഇയാളുടെ പേരോ? അനിത്യ. അതെ. ഓക്കെ. പിന്നെ കണ്ടില്ല എന്ന് പറയരുത്, വരും. ശരി ഗൈസ്. ഇപ്പോൾ ഈ ഭാഗം മുഴുവൻ ഇങ്ങനെ വേലി കെട്ടി മറച്ചിരിക്കുകയാണ്. ആദ്യമൊക്കെ നമുക്ക് ഒരുപാട് ദൂരം അങ്ങോട്ട് നടന്ന് പോകാമായിരുന്നു. ആ പാറയിൽ കുറച്ച് അകലേക്ക് അങ്ങ് പോയി ഇരിക്കാമായിരുന്നു. ഇപ്പോൾ അപകടങ്ങളുണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഇവിടെ ഭയങ്കര നിയന്ത്രിച്ചിരിക്കുകയാണ് അങ്ങോട്ടുള്ള പ്രവേശനമൊക്കെ. അപ്പോൾ ക്ഷീണമൊക്കെ മാറി വിശ്രമം കഴിഞ്ഞു. ഇനി താഴേക്ക് ഇറങ്ങുകയാണ്. ഇതാ, ഇനി ഒരിക്കലും നിങ്ങൾ എൻ്റെ മുഖം ദർശിക്കുകയില്ലെന്നും ഞാൻ ഇപ്പോൾ മനസ്സിലാക്കുന്നു. അപ്പോൾ അവിടെ കപ്പേളയിൽ വിശുദ്ധ കുർബാന നടക്കുകയാണ്. ഞങ്ങൾ പതുക്കെ താഴോട്ട് ഇറങ്ങുന്നു. ഇന്ന് ഓശാന ശനിയാണ്. നാളെ ഓശാന കഴിഞ്ഞാലാണ് ഇവിടെ തിരക്കേറുന്നത്. പിന്നെ വിശുദ്ധ വാരമാണ്. ഈ വിശുദ്ധ വാരത്തിൽ ഒരുപാട് പേര് ഇങ്ങോട്ട് സന്ദർശനം നടത്താറുണ്ട്. താഴെ അടിവാരത്തിലേക്ക് നമ്മൾ വന്നു. ഇവിടെ അടിവാരത്തേക്ക് ഇറങ്ങുമ്പോൾ ഇടത്തെ ഭാഗത്ത് ആൾ താമസമുള്ള സ്ഥലങ്ങളും ഈ വഴിയുടെ വലത്തേ ഭാഗത്ത് വനപ്രദേശവുമാണ്. ഇതിനിടയിലുള്ള വഴികളിലൂടെയാണ് നമ്മൾ മേലേക്ക് കയറിപ്പോയിരുന്നത്. ഇനി അടിവാരത്തിൽ വന്നു. ഇവിടെ യേശുക്രിസ്തുവിൻ്റെ പ്രാർത്ഥിക്കുന്ന ഒരു രൂപമുണ്ട്. നല്ല മനോഹരമായിട്ടാണ് അത് വർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഓരോ വർഷം കഴിയും തോറും പുതിയ കാര്യങ്ങൾ ഇങ്ങനെ കൂട്ടിച്ചേർക്കപ്പെടുകയാണ്. ഇവിടെ നിന്ന് നമുക്കിനി കഞ്ഞി കുടിക്കാം. നേർച്ചക്കഞ്ഞി കുടിച്ചിട്ട് പോകാം. ഈ നേർച്ചക്കഞ്ഞിയാണ് ഇവിടുത്തെ ഹൈലൈറ്റ് കേട്ടോ. വളരെ രസമാണ് മല ഇറങ്ങി വന്നു കഴിയുമ്പോഴേ ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ദിവസം നേരുന്നു. നിങ്ങളുടെ ജോബ്സ് ട്രാവൽ ബ്ലോഗ്. ബൈ.